So the next is salient features of Act 2013. Companies Act 2013 salient features ആണ്. ഫസ്റ്റ് വൺ ഇസ് വൺ പേഴ്സൺ കമ്പനി. എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ ഒരു ഡയറക്ടറും ഒരു ഷെയർ ഹോൾഡറും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുക. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. അതായത് എല്ലാ കമ്പനിയിലും ഈ ആക്ട് പ്രകാരം, ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനിയിലും എന്ത് അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്, ഒരു CSR കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് എ CSR പോളിസി ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, അതിനായിട്ട് എല്ലാ കമ്പനിയിലും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി എല്ലാ വർഷവും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി, അതിൻ്റെ ആക്ടിവിറ്റീസിനും ഇനീഷ്യേറ്റീവ്സിനും വേണ്ടി മാറ്റി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് 2013 ആക്ട് പ്രകാരം. ഓക്കെ, നെക്സ്റ്റ് കംസ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അടുത്ത ഫീച്ചറാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഒബ്ജക്റ്റീവ്സിലും നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇതിനു മുമ്പ്, അതായത് കമ്പനീസ് ആക്ട് 1956 കമ്പനിയുടെ ഏതൊരു പ്രോബ്ലവും ഹാൻഡിൽ ചെയ്തിരുന്നത് കമ്പനി ലോ ബോർഡും അതുപോലെ തന്നെ കമ്പനി ലോ ബോർഡ് ആൻഡ് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ആയിരുന്നു. ഈ കമ്പനീസ് ആക്ട് 2013 പ്രകാരം വന്ന രണ്ട് പുതിയ ട്രിബ്യൂണലാണ്. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രിബ്യൂണൽസാണ് കമ്പനി ലോ ട്രിബ്യൂണലും അതുപോലെ തന്നെ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണലും എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ടു ട്രിബ്യൂണൽസ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ. അത് അടുത്തൊരു ഫീച്ചറാണ് 2013 ആക്ടിൻ്റെ. നൗ കംസ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സിൽ പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റാണിത്. It is known as class action suits, has been introduced with a view of making shareholders and other stakeholders more informed, knowledgeable, conscious of their rights. അതായത് ഷെയർ ഹോൾഡേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സും കുറച്ചും കൂടെ ഇൻഫോംഡ് ആക്കാൻ, അവരുടെ കാര്യങ്ങളും അവരുടെ റൈറ്റും അവരെ കുറച്ചും കൂടെ കോൺഷ്യസ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയൊരു ആക്ഷൻ സ്യൂട്ടാണ്, പുതിയൊരു കോൺസെപ്റ്റാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കുറച്ചും കൂടെ ബോധവാന്മാരാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്യൂട്ടാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. ഇറ്റ് ഈസ് എ ന്യൂ കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് ക്രോസ് ബോർഡർ മെർജേഴ്സ്. എന്താണ് ക്രോസ് ബോർഡർ മെർജേഴ്സ് നോക്കും. ദ ആക്ട് നൗ പെർമിറ്റ്സ് ക്രോസ് ബോർഡർ മെർജേഴ്സ് ഇൻ ബോത്ത് വേസ്. എ ഫോറിൻ കമ്പനി മെർജിങ് വിത്ത് ആൻ ഇന്ത്യൻ കമ്പനി and vice versa. Okay, but with prior permission of RBI. അപ്പോൾ ഈ ആക്ച്വലി പറയുന്നതാണ് ക്രോസ് ബോർഡർ മെർജേഴ്സ് രണ്ട് വേസിലും. അതായത് ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനിയെ മെർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കമ്പനിയെ മെർജ് ചെയ്യാം. ഇതെങ്ങനെ മെർജ് ചെയ്യാൻ പറ്റുള്ളൂ? വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്കിൻ്റെ പ്രയർ പെർമിഷനിലൂടെ ക്രോസ് ബോർഡർ മെർജേഴ്സ് നടത്താൻ പറ്റും. നെക്സ്റ്റ്, ദ ആക്ട് ഓൾസോ പ്രൊപ്പോസസ് എ ഫാസ്റ്റ് ട്രാക്ക് ആൻഡ് സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഫോർ മെർജർ ആൻഡ് amalgamations of certain class of companies such as holding and subsidiary and small companies after obtaining approval of the Indian government. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം എന്തിനുള്ള പ്രൊപ്പോസൽസ് ഉണ്ട്? ഒരു സിംപ്ലിഫൈഡ് പ്രൊസീജിയർ ഓഫ് മെർജേഴ്സിനും അമാൽഗമേഷൻസിനും ഫാസ്റ്റ് ട്രാക്കിൽ പെട്ടെന്ന് തന്നെ മെർജ് ചെയ്യാനും അമാൽഗമേഷനിലുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഈ ആക്ട് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഹോൾഡിംഗ് കമ്പനി ആവാം, സബ്സിഡറി ആവാം, സ്മോൾ കമ്പനീസ് ആവാം, എല്ലാത്തിൻ്റെയും മെർജർ ആൻഡ് അമാൽഗമേഷൻസ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഓൺലി ആഫ്റ്റർ വാട്ട് ഒബ്റ്റെയിനിങ് ആൻ അപ്രൂവൽ ഫ്രം ദ ഇന്ത്യൻ ഗവൺമെൻറ്. ഓക്കെ, അതാണ് ക്രോസ് ബോർഡർ മെർജേഴ്സിൽ പറയുന്നത്. അടുത്ത സാലിയൻ ഫീച്ചേഴ്സാണ് പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിങ്സ്. ഓക്കെ, പ്രോഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിങ്സ്. See, provisions dealings with prohibition of insider trading and forward dealing in the securities of companies have been introduced in this act. It prohibits the directors and key managerial personnel from purchasing call and put options of shares of the company if such person is reasonably expected to have access to price sensitive information. നോക്കൂ, ആ സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഹെഡിങ് എന്താ പറയുന്നത്? പ്രോഹിബിഷൻ ആണ്, ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിങ്സ്. അതായത് ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ഇൻസൈഡർ ട്രേഡിങ്ങും ഫോർവേഡ് ഡീലിങ്സിനൊക്കെ ചില അതിർവരമ്പുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനീസ് ആക്ട് 2013. അതിനുള്ള ചില പ്രോഹിബിഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് എല്ലാ കമ്പനീസിലും പുട്ട് ഓപ്ഷൻസും കോൾ ഓപ്ഷൻസും ഒക്കെ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കുക,
ചില പ്രൊവിഷൻസ് ഇൻസൈഡർ ട്രേഡിങ്ങിലും ഫോർവേഡ് ഡീലിങ്ങിലും കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ചില പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പ്രോഹിബിഷനിലും ഫോർവേഡ് ഡീലിങ്ങിൻ്റെ പ്രോഹിബിഷനിലും സർട്ടൺ പ്രോഹിബിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനീസ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രോഹിബിറ്റ്സ് ദ ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജറിയൽ പേഴ്സണൽ. ഡയറക്ടേഴ്സിനും ചില പ്രോഹിബിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചില കീ മാനേജറിയൽ പേഴ്സണൽ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, എംപ്ലോയീസ് ആണ്. ഓക്കെ, സർട്ടൺ കീ മാനേജറിയൽ എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും certain prohibitions കൊണ്ടുവന്നിട്ടുണ്ട്. ഏതിൻ്റെ കേസിലാണ്? ഫ്രം പർച്ചേസിങ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ് ഓഫ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. അവർക്ക് എത്ര മാത്രമേ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻസിനും കമ്പനിയിൽ അവർക്ക് എത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊക്കെ ഒരു പ്രോഹിബിഷൻ, അവർക്ക് എത്ര മാത്രമേ കമ്പനിയുടെ ഉള്ളിൽ ട്രേഡിങ്സ് നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രോഹിബിഷൻസ് എല്ലാം ഈ ആക്റ്റിൽ നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് 6th പോയിന്റ്. നൗ 7th one is strict rules for the auditors. ഓഡിറ്റേഴ്സിന് സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. See that according to the new act, if the auditors acted knowingly or willfully, അതായത് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പേർപ്പസീവായിട്ട് അവർ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസിനോ വേണ്ടി എന്തെങ്കിലും അവർ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഹി ഷാൾ ബി പണിഷബിൾ വിത്ത് ദ ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 year. ഒരു വർഷത്തോളം അവർക്ക് ഇംപ്രിസൺമെൻറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഫൈൻ ഉണ്ടായിരിക്കും. ആൻഡ് വിത്ത് ഫൈൻ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1 lakh rupees. 1 ലക്ഷത്തിന് കുറഞ്ഞുകൊണ്ടുള്ള ഒരു ഫൈനും ഉണ്ടാവില്ല. മിനിമം 1 lakh rupees ആയിരിക്കും അവരുടെ ഫൈൻ ഓഡിറ്റേഴ്സിന്. ഓക്കെ, നൗ ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 25 lakh rupees. അപ്പം 1 lakh തൊട്ട് 25 lakh rupees വരെ അവരതിന് പിഴ അടയ്ക്കേണ്ടി വരും ഓഡിറ്റേഴ്സ്. ആൻഡ് ഓഡിറ്റർ വിൽ ബി ഏബിൾ ടു ഓഡിറ്റ് എ മാക്സിമം ഓഫ് 20 കമ്പനീസ്. 20 കമ്പനി വരെ ഒരു ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ബി 5 years. Subject to the rectification at every annual general meeting. ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ പ്രകാരം 5 വർഷത്തോളം ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ ഓഡിറ്റ് നടത്തിക്കൊണ്ട് പോവാം. ഓക്കെ, വെർ അറ്റ് എനി ആനുവൽ ജനറൽ മീറ്റിംഗ് നോ ഓഡിറ്റർ ഇസ് അപ്പോയിൻറ്റഡ്, ദ എക്സിസ്റ്റിംഗ് ഓഡിറ്റേഴ്സ് ഷോൾ കണ്ടിന്യൂ ടു ബി ദ ഓഡിറ്റർ ഓഫ് ദ കമ്പനി. ഇനി ഒരു ജനറൽ മീറ്റിംഗിലും പുതിയൊരു ഓഡിറ്ററെ അവർ അപ്പോയിൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിലവിൽ ആരാണോ ഓഡിറ്റ് ചെയ്യുന്നത് അവർക്ക് തന്നെ അത് ഓഡിറ്റ് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്. 8th one is